കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന വിസ്ഫോടനത്തിന് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കാലം കാത്തുവെച്ച നീതി എന്ന് ഇതിന് വിളിക്കണോ, അതോ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരം എന്ന് പറയണോ? നേമത്ത് വീണ്ടും താമര വിരിഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു മണ്ഡലത്തിലെ വിജയമല്ല, മറിച്ച് കേരള നിയമസഭയുടെ പടിവാതിൽക്കൽ BJP അടിച്ചു തകർത്ത വൻ മതിലുകളുടെ കഥയാണ്. നേമത്തിനി കാവിപ്പടയുടെ ഇരട്ട സിംഹാസനങ്ങൾ മുഴങ്ങും. മണിച്ചിത്രത്താഴിട്ട് BJPയെ പൂട്ടിയെന്ന അഹങ്കാരത്തോടെ പ്രസംഗിച്ചവർക്ക് കാലം കരുതി വെച്ച മറുപടിയാണ് ഇന്ന് രാജി ചന്ദ്രശേഖർ എന്ന കരുത്തനായ നേതാവിലൂടെ നമ്മൾ കാണുന്നത്. ഈ വിജയം വെറും ഒരു വോട്ട് കണക്കല്ല, ഇത് മോദി ഗ്യാരണ്ടിയുടെ വിജയമാണ്. ഇത് വികസന രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. ഇനി നമുക്കറിയാം, കുറച്ചു കാലമായി നേമത്തിന്റെ മണ്ണിൽ ചിലർ തമ്പുരാക്കന്മാരെ പോലെ വിലസുകയായിരുന്നു. ഇനി നേമത്ത് BJP അക്കൗണ്ട് തുറക്കില്ല, മണിച്ചിത്രത്താഴിട്ട് പൂട്ടിക്കഴിഞ്ഞു എന്നൊക്കെ തട്ടിവിട്ടവർ ഇന്ന് എവിടെ പോയി ഒളിച്ചു? ആ താഴിന്റെ താക്കോൽ രാജി ചന്ദ്രശേഖർ എന്ന ദേശീയ നേതാവ് നിഷ്പ്രയാസം തല്ലി തകർത്തപ്പോൾ തകർന്നു വീണത് LDFന്റെ അഹങ്കാരമായിരുന്നു. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും മന്ത്രി ശിവൻകുട്ടിക്ക് ഒന്ന് തല ഉയർത്താൻ സമ്മതിക്കാതെ ഓരോ റൗണ്ടിലും ആധിപത്യം ഉറപ്പിച്ചാണ് രാജി ചന്ദ്രശേഖർ നേമത്തെ കാവ്യ പുതപ്പിച്ചത്. 4310 വോട്ടുകളുടെ ഈ ഭൂരിപക്ഷം വെറുമൊരു നമ്പർ അല്ല, അത് ജനങ്ങൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ചാത്തന്നൂരിൽ BB ഗോപകുമാറിലൂടെ വിരിഞ്ഞ താമരയ്ക്ക് പിന്നാലെ നിയമവും സ്വന്തമാക്കിയതോടെ BJPക്ക് നിയമസഭയിൽ ഇനി ഇരട്ട പ്രാതിനിധ്യമാണ്. ഇത് കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു ഉദയമാണ്. രാജി ചന്ദ്രശേഖറിനെ പോലെ ഒരു വിഷനറിയായ നേതാവിനെ കളത്തിലിറക്കിയപ്പോൾ BJP ലക്ഷ്യം വെച്ചത് കേവലം ഒരു സീറ്റ് അല്ല, മറിച്ച് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ കൂടിയാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വോട്ടർമാർ കണ്ടു, അത് വിലയിരുത്തി. എന്നാൽ മറുവശത്ത് കോർപ്പറേഷൻ ഭരണത്തിലെ അഴിമതികളും ആര്യ രാജേന്ദ്രൻ ഇഫക്റ്റും കാരണം ജനങ്ങൾ മടുത്തു കഴിഞ്ഞിരുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിച്ച് ജയിച്ചു കയറാമെന്ന CPMന്റെ കണക്കുകൂട്ടലുകൾ നേമത്തെ വോട്ടർമാർ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. UDFന്റെ അവസ്ഥയോ? KS ശബരിനാഥിനെ പോലെ ഒരു സ്ഥാനാർത്ഥി ഇറക്കിയിട്ടും 3ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ കോൺഗ്രസ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? BJPയുടെ വോട്ട് ബാങ്കുകൾ ഒട്ടും ചോരാതെ ഉറച്ചു നിന്നതാണ് ഈ വിജയത്തിന്റെ കരുത്ത്. നേമം O രാജഗോപാലിലൂടെ തുടങ്ങിയ ആ ജൈത്രയാത്ര ശിവൻകുട്ടി താൽക്കാലികമായി തടഞ്ഞെങ്കിലും അത് വെറും ഒരു ഇടവേള മാത്രമായിരുന്നുവെന്ന് ഇന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ പോലെ പുറത്തിറങ്ങാൻ പറ്റാതെ വീർപ്പ് മുട്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇടത് ക്യാമ്പുകൾ. മാരാർജി ഭവനിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കം മാത്രമാണ്. ശിവൻകുട്ടിയുടെ പരാജയം വെറും ഒരു വ്യക്തിയുടെ പരാജയമല്ല, അത് CPMനെ തലസ്ഥാന നഗരിയിലേറ്റ കനത്ത പ്രഹരമാണ്. വികസനം പറയുന്നവർക്കും നാടിന്റെ നന്മ ആഗ്രഹിക്കുന്നവർക്കും മോദി ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ടെന്ന് ഈ വിജയം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നേമത്തെ വോട്ടർമാർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് രാജി ചന്ദ്രശേഖർ മുന്നോട്ട് വരുമ്പോൾ അത് തോറ്റവർക്കുള്ള ഒരു വലിയ താക്കീതാണ്. ഇനി നിയമസഭയിൽ ശബ്ദമുയർത്താൻ BJPക്ക് 2 കരുത്തന്മാരുണ്ട്. ചാത്തന്നൂരിലെ ആവേശവും നേമത്തെ ഈ അട്ടിമറി വിജയവും ഒരു വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അഹങ്കാരവും പരിഹാസവും കൊണ്ട് മാത്രം രാഷ്ട്രീയം കളിക്കുന്നവർക്ക് നേമത്തെ ജനങ്ങൾ നൽകിയ ഈ മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഇത് വെറുമൊരു വിജയമല്ല, മറിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി BJPയെയും BJP പ്രവർത്തകരെയും പുച്ഛത്തോടെ കണ്ടവർക്കും ഇവിടെ താമര വിരിയില്ല എന്ന് വെല്ലുവിളിച്ചവർക്കും മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. നേമത്ത് BJPക്ക് അന്ത്യം കുറിച്ചു എന്ന അഹങ്കാരത്തോടെ പ്രസംഗിച്ചവർ ഇപ്പോൾ എവിടെ പോയി ഒളിച്ചു? നിങ്ങൾ അടച്ചു എന്ന് പറഞ്ഞ ആ മണിച്ചിത്രത്താഴ ഇന്ന് ജനങ്ങൾ തല്ലി തകർത്തപ്പോൾ പുറത്തു വന്നത് BJPയുടെ ഇരട്ട കരുത്താണ്. വെല്ലുവിളിച്ചവരോട് ഒന്നേ പറയാനുണ്ടാവുകയുള്ളൂ, ഇത് മോദി ഗ്യാരണ്ടിയാണ്. വാക്കുകൾ കൊണ്ട് കോട്ട കെട്ടുന്നവർക്ക് വോട്ടുകൾ കൊണ്ട് മറുപടി നൽകുന്ന പുതിയ കേരളത്തിന്റെ ശൈലി. നേമത്തെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കുപ്രചാരണങ്ങളുമായി ഇറങ്ങിയവർക്ക് തങ്ങളുടെ വികസന നായകൻ രാജി ചന്ദ്രശേഖറിലൂടെ ജനങ്ങൾ നൽകിയ മറുപടി ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. പരിഹസിച്ചവരുമായി വന്നവർ ഇപ്പോൾ പരിഭ്രാന്തരായി ഓടുകയാണ്. കാരണം നേമത്തെ ഈ താമര വിരിയൽ ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് ഓരോ മണ്ഡലങ്ങളിലും ഈ അട്ടിമറി ആവർത്തിക്കും. വെല്ലുവിളിച്ചവർക്കും പുച്ഛിച്ചവർക്കും ഈ വിജയം സമർപ്പിക്കുകയാണ്. കാരണം നിങ്ങളുടെ ആ പരിഹാസങ്ങളാണ് BJP കൂടുതൽ കരുത്തരാക്കിയത്. ശിവൻകുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണാവോ? കുറച്ചു കാലം മുമ്പ് നേമത്ത് വന്ന് മൈക്കിന് മുന്നിൽ നിന്ന് ആന പിടിച്ച ഒരു ഡയലോഗ് അങ്ങ് കാച്ചി BJPയെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിക്കഴിഞ്ഞു എന്ന് ആവേശത്തിൽ പറഞ്ഞു പോയതാകും. പക്ഷേ ഇതുപോലെ ഡയലോഗ് അടിക്കുമ്പോൾ മറുപുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് കൂടി ഒന്ന് നോക്കണമായിരുന്നു. രാജി ചന്ദ്രശേഖർ എന്ന കരുത്തൻ നേമത്തേക്ക് വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ആ പഴയ
പൂട്ടും താക്കോലും ഒക്കെ തുരുമ്പെടുത്ത് കഴിഞ്ഞിരുന്നു. പാവൻ ശിവൻകുട്ടി സാർ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ ഒന്ന് പച്ച തൊടാൻ നോക്കിയതാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ കുതിപ്പിന് മുന്നിൽ കണ്ണ് തള്ളി നിൽക്കാനേ നമ്മുടെ സിറ്റിംഗ് MLAക്ക് കഴിഞ്ഞുള്ളൂ. വോട്ടർമാർ ഒന്നടങ്കം താമരയ്ക്ക് വോട്ട് കുത്തിയപ്പോൾ സാർ പൂട്ടിയത് പറഞ്ഞ പണിച്ചിത്രത്താഴ് ഇന്ന് തുരുമ്പെടുത്ത ഇരുമ്പ് കഷ്ണമായി മാറിയിരിക്കുകയാണ്. നാഗവല്ലിയെ പൂട്ടാൻ നോക്കിയ നകുലിനെ പോലെ ഇറങ്ങി പുറപ്പെട്ട മന്ത്രിക്ക് ഒടുവിൽ നിയമത്തെ ജനങ്ങൾ തന്നെ നല്ല ഒന്നാന്തരം പൂട്ടും വാങ്ങി കയ്യിൽ കൊടുത്തു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് വഞ്ചി തുഴഞ്ഞ് ജയിക്കാമെന്ന് കരുതിയ ഇടതുപക്ഷത്തിന് ഇന്ന് നിയമത്തെ മണ്ണിൽ അടിതെറ്റി വീണിരിക്കുകയാണ്. അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചാൽ അത് ശിവൻകുട്ടിയാകുമെന്ന് പരിഹസിച്ചവർക്ക് ഇന്ന് ഈ വിജയം മധുര പ്രതികാരമാണ്. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത് വെറും വാക്കല്ല, അത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ വികസനത്തിന്റെ മുദ്രയാണ്. പൂട്ട് പൊളിഞ്ഞു, താഴെ തകർന്നു, ഇനി നിയമം വാഴാൻ രാജീവ് ചന്ദ്രശേഖർ എത്തിക്കഴിഞ്ഞു. തോറ്റ ശിവൻകുട്ടി സാറിന് ഇനി തിരുവനന്തപുരത്തെ ചായക്കടകളിൽ ഇരുന്ന് ആ പഴയ മണിച്ചിത്രത്താഴ് കഥ പറഞ്ഞിരിക്കാം. പക്ഷേ നിയമത്തിന്റെ മണ്ണിൽ ഇനി താമരയുടെ ഗന്ധം മാത്രമായിരിക്കും. BJPയെ പരിഹസിച്ചവർക്ക് ഇതിലും വലിയൊരു പണി ഇനി സ്വപ്നങ്ങളിൽ പോലും കിട്ടാനില്ല. അപ്പോൾ BJPയുടെ ഈ ഒരു വിജയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.